ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2024 ആഗസ്റ്റ് മാസഫലം തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, ചോതി വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവർക്ക് ആഗസ്റ്റ് മാസം എങ്ങനെയാകും. അപ്പോൾ ആഗസ്റ്റ് മാസത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ച് തുലാക്കൂറുകാരുടെയും തുലാലഗ്നക്കാരുടെയും ആരോഗ്യം, തൊഴിൽ, ബിസിനസ്, വിദ്യാഭ്യാസം, ധനസ്ഥിതി, വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു പൊതുഫലമാണ് ഇവിടെ പറയുന്നത്. അതേസമയം തുലാക്കൂറുകാരുടെയും തുലാലഗ്നക്കാരുടെയും ജാതകത്തിലെ ഗ്രഹസ്ഥിതി, അവർക്കിപ്പോൾ നടക്കുന്ന ദശ, അപകാരം, ഛിദ്രം ഇവയൊക്കെ ഏത് ഗ്രഹങ്ങളുടേതാണ്, ആ ഗ്രഹങ്ങൾ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്താണോ അനിഷ്ടസ്ഥാനത്താണോ എന്നതിനനുസരിച്ച് ഈ പൊതുഫലത്തിൽ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും മാറ്റങ്ങൾ ഉണ്ടാകും എന്നും കൂടെ അറിയുക. അപ്പോൾ അതുകൊണ്ടാണ് ഒരേ നക്ഷത്രക്കാർക്കും ഒരേ ലഗ്നക്കാർക്കും ഒരേ സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നത്. അവ ജാതക നിരീക്ഷണത്തിലൂടെ അറിയേണ്ടുന്ന കാര്യങ്ങളാണ്. ആദ്യം നമുക്ക് ആരോഗ്യസ്ഥിതി തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും എങ്ങനെയാകും നോക്കാം. ആരോഗ്യസ്ഥിതി ചിന്തിക്കുമ്പോൾ ജന്മ ലഗ്നരാശ്യാധിപനായിട്ടുള്ള ശുക്രൻ 11-ലാണ്, 6-ൽ രാഹുവുണ്ട്, അഷ്ടമത്തിൽ കുജനും ഗുരുവും സ്ഥിതി ചെയ്യുന്ന സമയമാണ്. ആരോഗ്യസ്ഥിതി പൊതുവെ നോർമലായിരിക്കും. എങ്കിലും 8-ലെ കുജൻ അത് ദൂരയാത്രകളിലും ഡ്രൈവിങ്ങിലുമൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ട് സൂചിപ്പിക്കുന്നു. മാത്രമല്ല, എന്തെങ്കിലും ഇഞ്ചുറി, എന്തെങ്കിലും അപകടം ഉണ്ടാകാവുന്ന ഈ വർക്കൊക്കെ ചെയ്യുന്നവർ അതിൽ കെയർഫുള്ളാകണം. മാത്രമല്ല, ചിലർക്ക് അവരുടെ സ്വകാര്യ ഭാഗങ്ങളിൽ എന്തെങ്കിലും ചെറിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. ചിലർക്ക് ബ്ലാഡർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ്, അതുപോലെ ഈ പൈൽസ് പോലെയുള്ള എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ, ഇവയ്ക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഈ BP, കൊളസ്ട്രോള് പ്രശ്നങ്ങൾ ഉള്ളവരൊക്കെ ഈ സമയത്ത് ഒന്ന് ശ്രദ്ധിക്കണം. 7-ാം ഭാവാധിപൻ ആണ് ഈ കുജൻ. ആ കുജൻ, 7-ാം ഭാവാധിപനായിട്ടുള്ള കുജൻ അഷ്ടമത്തിൽ നിൽക്കുന്ന സമയം ആയതുകൊണ്ട് ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. ആഹാരത്തിലും ശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. അവസാന വാരമൊക്കെ ആവുമ്പോൾ ഈ ജന്മരാശ്യാധിപനൊക്കെ 12-ലേക്കാണ് രാശി മാറുന്നത്. അത് ചിലപ്പോൾ ഈ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നയന സംബന്ധമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ചിലപ്പോൾ അവസാന വാരം ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നു. ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി ചിന്തിക്കുമ്പോൾ സൂര്യൻ ആദ്യ 2 വാരം എന്ന് പറയുന്നത് 10-ൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ്, കർമ്മസ്ഥാനത്ത്. അതുപോലെ 11-ലേക്ക്, ആ 11-ലാണെങ്കിൽ ശുക്രനും ബുധനും ഒക്കെ യോഗം ചെയ്ത് നിൽക്കുന്ന സമയമാണ്. ബുധനാണെങ്കിൽ 4 മുതൽ വക്രസ്ഥിതി വരുന്നുണ്ട്. അപ്പോൾ തൊഴിലിലൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമായിരിക്കും. അപ്പോൾ സൂര്യൻ്റെ 10-ലെ സ്ഥിതി എന്ന് പറയുന്നത് തൊഴിലിൽ ഉയർന്ന സ്ഥാനങ്ങൾ, ഉയർന്ന അധികാരമൊക്കെ കിട്ടുന്നതിന് സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ പ്രൊമോഷനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ആ 10-ലെ സൂര്യൻ അനുകൂല സാഹചര്യം ആണ് കാണിക്കുന്നത്. പുതിയ പുതിയ ഉത്തരവാദിത്തങ്ങൾ തൊഴിൽ സ്ഥലത്തുണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊക്കെ വർക്കിൽ കൂടുതൽ വ്യാപൃതനാകാനും വർക്കിൽ കൂടുതൽ ബിസി ആകുന്നതിനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ ഈ സർക്കാർ സർവീസിലൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ അനുകൂല സമയമാണ്. അവരുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ ഒരു അപ്രിസിയേഷൻ ഉണ്ടാകുന്ന സമയമാണ്. പൊതുവെ ഒരു പൊതുജന സ്വീകാര്യത ആ തൊഴിലിടത്തൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തൊഴിലിൽ നിന്നൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുടിശ്ശിക പണം കിട്ടാനുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സർക്കാരിൽ നിന്നൊക്കെ എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആ കുടിശ്ശിക പണമൊക്കെ കിട്ടുന്നതിനൊക്കെ സാധ്യതയുണ്ട്. തൊഴിലിടത്ത് പൊതുവെ കോവർക്കേഴ്സിൻ്റെയൊക്കെ ഒരു സഹകരണം ഈ സമയത്ത് ഉണ്ടാകും. അതുപോലെ തൊഴിലിടത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിലവിലുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറുന്ന സമയമാണ്. അതുപോലെ തൊഴിൽ അന്വേഷകരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് സർക്കാർ തൊഴിലൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയാണ്. തൊഴിൽ ലഭിക്കുന്നതിനൊക്കെയുള്ള സാധ്യതയുണ്ട്.
അതുപോലെ ഈ വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഈ 11 ശുക്രനും ബുധൻ്റെയൊക്കെ യോഗം, അതുപോലെ 12 ഗുരുവിൻ്റെ ദൃഷ്ടി, അതുപോലെ തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടാകും. അവസാന വാരമൊക്കെ ആകുമ്പോൾ ശുക്രനും ആ 12 രാശി മാറുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വിദേശത്ത് തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യത കാണിക്കുന്നു. അതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രവർത്തിക്കുന്നവർ ഈ പ്രത്യേകിച്ച് ഈ 11 ബുധൻ വക്രത്തിലൊക്കെ നിൽക്കുന്ന സമയമായതുകൊണ്ട് കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമായിട്ടും കൂടെ മനസ്സിലാക്കുക. ഇനി നമുക്ക് ബിസിനസ്സുകാർക്ക് എങ്ങനെയായിരിക്കും നോക്കാം. ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവാധിപനായിട്ടുള്ള കുജൻ, ആ കുജൻ അഷ്ടമത്തിലാണ്. അപ്പോൾ 25 വരെ. അതിനുശേഷം ആ കുജൻ 9 രാശി മാറുന്നു. അതുപോലെ ബിസിനസ് കാരകനായിട്ടുള്ള ബുധനാണെങ്കിൽ 11 ആണെങ്കിലും വക്രത്തിലാണ് സഞ്ചരിക്കുന്നത്. ശുക്രനും 11 സ്ഥിതിയുള്ള സമയമാണ്. ആദ്യത്തെ 3 വാരം ബിസിനസ്സിൽ വെല്ലുവിളികൾ ഉണ്ടായെന്ന് വരാം. പക്ഷേ പ്രതീക്ഷിക്കുന്ന നേട്ടം ബിസിനസ്സിൽ ഉണ്ടാകണമെന്നില്ല. ശനിയുടെയൊക്കെ 7 ദൃഷ്ടി, അതുപോലെ ഈ കുജൻ അഷ്ടമത്തിലൊക്കെ സ്ഥിതി ചെയ്യുന്ന 7ാം ഭാവാധിപൻ അഷ്ടമത്തിൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഈ ബിസിനസ് പാർട്ട്ണർഷിപ്പിൽ പൊതുവെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കുറയുന്നതിനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ബിസിനസ്സിൽ നെഗറ്റീവായിട്ട് അങ്ങനെയൊക്കെയുള്ള ചിന്തകളും പ്രത്യേകിച്ച് തർക്കങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് ബിസിനസ്സിൽ നെഗറ്റീവായിട്ട് അത് ബാധിക്കാൻ വഴിതെളിക്കുമെന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ ബിസിനസ് കാരകനായിട്ടുള്ള ബുധൻ വക്രത്തിലായതുകൊണ്ട് ഈ പുതിയ ബിസിനസ് കരാറുകൾ കിട്ടുന്നതിനൊക്കെ ചിലപ്പോൾ തടസ്സങ്ങൾ ഉണ്ടായെന്ന് വരാം. അതിനാൽ ഈ ബിസിനസ് പ്ലാനിലും തന്ത്രത്തിലും ഒക്കെ തന്നെ ഒരു സാഹചര്യത്തിനനുസരിച്ച് മാറ്റം വരുത്തുവാനുള്ള ഒരു ശ്രമം ഈ കൂറുകാരുടെ ഭാഗത്ത് ഉണ്ടാകണം. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നവർക്ക് ബിസിനസ്സിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ തരണം ചെയ്യാൻ കഴിയും എന്ന് മനസ്സിലാക്കുക. അവസാന വാരം സ്ഥിതിയിൽ പൊതുവെ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. കാരണം 7ാം ഭാവാധിപൻ ഭാഗ്യസ്ഥാനത്തേക്ക് മാറുന്നുണ്ട്. അത് പ്രത്യേകിച്ച് വിദേശ ബിസിനസ്സുകാർക്ക് ഒക്കെ വലിയ നേട്ടങ്ങൾ ഉണ്ടാകാനും അത് വഴിതെളിക്കും എന്നും കൂടെ മനസ്സിലാക്കുക. ഇനി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് ബുധനും ശുക്രനും ഒക്കെ 5 ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. ബുധൻ വക്രത്തിലാണ് 11 സ്ഥിതി ചെയ്യുന്നത്. 5ാം ഭാവാധിപൻ ശനിയാണെങ്കിൽ 5 സ്ഥിതിയുണ്ട്, വക്രത്തിലാണ്. ഗുരുവും കുജനും ഒക്കെ 2 ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ പൊതുവെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. അവർ ആ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ചൂഷണം ചെയ്യാൻ അവർ തയ്യാറാകണം. പഠനത്തിലൊക്കെ ഓവർ കോൺഫിഡൻസ് ഒഴിവാക്കി പോകുന്നത് നല്ലതാണ്. ഇടയ്ക്കിടെ ഈ പോർഷനൊക്കെ റിവൈസ് ചെയ്ത് പഠിക്കുക, അതിനൊക്കെ ഒന്ന് ശ്രദ്ധ കൊടുത്തു പോവുക. കാരണം ചില ചലഞ്ചസ് ഒക്കെ ഈ പഠനത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവയൊക്കെ കെയർഫുള്ളായിട്ട് കൈകാര്യം ചെയ്യുന്നവർക്ക് പഠനത്തിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയും. 6 രാഹുവൊക്കെ ഉള്ള സമയമായതുകൊണ്ട് ഈ കോമ്പറ്റിറ്റീവ് എക്സാമിനേഷനിലൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഊർജ്ജസ്വലത ഉണ്ടാകും. അതുപോലെ പൊതുവെ നല്ല സ്കോറൊക്കെ കരസ്ഥമാക്കാനൊക്കെയുള്ള ഒരു സ്പിരിറ്റ് 6 രാഹു നൽകും എന്ന് തന്നെ പറയാം. അതുപോലെ ആഗ്രഹിക്കുന്ന കോഴ്സിലൊക്കെ അഡ്മിഷൻ കിട്ടുന്നതിനും പ്രയാസം കാണുന്നില്ല. അതുപോലെ ഉന്നത വിദ്യയൊക്കെ അഭ്യസിക്കുന്നവരെയും സംബന്ധിച്ചിടത്തോളം അതുപോലെ ഗവേഷണം ഇവയൊക്കെ നടത്തുന്നവർക്ക് ശ്രദ്ധ കൂട്ടേണ്ടുന്ന സമയമാണ്. വിദേശത്തൊക്കെ പഠനം ആഗ്രഹിക്കുന്നവർക്ക് ആ ഗുരുവിൻ്റെ 12 ദൃഷ്ടി നിലവിലുള്ള തടസ്സങ്ങളൊക്കെ മാറ്റി അത് സ്മൂത്താകുന്നതിന് സഹായിക്കും എന്ന് തന്നെ പറയാം. ഇനി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ 2ാം ഭാവാധിപനായിട്ടുള്ള കുജൻ, ആ കുജൻ അഷ്ടമത്തിലാണ് ആഗസ്റ്റ് 25 വരെ. അതിനുശേഷം ആ 2ാം ഭാവാധിപൻ ഭാഗ്യസ്ഥാനത്തേക്ക് മാറുന്നുണ്ട്. അപ്പോൾ ഈ 11ാം ഭാവത്തിലാണെങ്കിൽ ബുധനും ശുക്രനും സ്ഥിതി ചെയ്യുന്ന സമയമാണ്. 16 മുതൽ 11ാം ഭാവാധിപനായിട്ടുള്ള സൂര്യനും 11 രാശി മാറുന്നുണ്ട്. അപ്പോൾ സാമ്പത്തിക നേട്ടങ്ങളുടെ സമയമാണ് എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് 11 സൂര്യൻ വരുന്നുണ്ട്, ബുധനുണ്ട്, ശുക്രനുണ്ട്. അപ്പോൾ ഈ പല സോഴ്സുകളിൽ നിന്നുള്ള സാമ്പത്തിക നേട്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശനിയുടെ ദൃഷ്ടിയും 11 പൊതുവെ ഈ ഡെയിലി വേജ് ഏണേഴ്സിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ
അവരുടെ വരുമാന സാധ്യതയൊക്കെ, വരുമാന മാർഗങ്ങളൊക്കെ കൂടാനുള്ളൊരു സാധ്യതയൊക്കെ ഉണ്ട്. 16-ന് ശേഷം ധനസ്ഥിതിയിൽ അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് ഗുരുവും കുജനും ഒക്കെ 2-ൽ ദൃഷ്ടി എന്ന സമയം കൂടെയാണ്. അപ്പോൾ നമുക്ക് ഈ പ്രതീക്ഷിക്കുന്ന സോഴ്സുകളിൽ നിന്ന് അല്ലാതെ തന്നെ അപ്രതീക്ഷിത സോഴ്സുകളിൽ നിന്നുള്ള ധനാഗമം അവർക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. അതേസമയം ഗുരു 12-ൽ ദൃഷ്ടി ചെയ്യുന്ന സമയമായതുകൊണ്ട് പൊതുവെ മംഗളകാര്യങ്ങൾക്കൊക്കെ ധനച്ചെലവ് ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതുപോലെ ജോയിൻ്റ് അസറ്റ് കൂട്ടുന്നതിനും ദീർഘകാല ധനാഗമം ഉറപ്പുവരുത്തത്തക്ക പദ്ധതികളിലൊക്കെ പണം നിക്ഷേപിക്കുന്നു. ഇപ്പം മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള, ഇൻഷുറൻസ് പോലെയുള്ള, മറ്റു തരത്തിലുള്ള ഫിക്സഡ് ഡിപ്പോസിറ്റ്, അവയിലൊക്കെ വ്യത്യസ്ത തലത്തിലുള്ള ഡിപ്പോസിറ്റുകളിലൂടെ ഭാവിയിൽ വരുമാനം കൂട്ടത്തക്ക രീതിയിലുള്ള ആസ്തികളിൽ പണം നിക്ഷേപിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇനി വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ വിവാഹ ആലോചനകൾക്ക് പൊതുവെ തടസ്സങ്ങൾ ഉണ്ടാകുന്നതിനോ അല്ലെങ്കിൽ വിവാഹ നിശ്ചയത്തിന് കാലതാമസം വരുന്നതിനോ ഒക്കെ സാധ്യത കാണുന്നുണ്ട്. 7-ാം ഭാവാധിപനായിട്ടുള്ള കുജൻ 8-ലാണ് നിൽക്കുന്നത്. അവസാന വാരമൊക്കെ ആകുമ്പോൾ ആ കുജൻ ഭാഗ്യസ്ഥാനത്തേക്ക് രാശി മാറുന്നു എന്നുള്ളത് കൊണ്ട് അവസാന വാരം പെട്ടെന്ന് ചിലപ്പോൾ വിവാഹ ആലോചനകൾ ഉണ്ടാകുന്നതിനും വിവാഹ നിശ്ചയത്തിനുമൊക്കെ സാധ്യത കാണുന്നുണ്ട്. കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം 5-ാം ഭാവാധിപനായിട്ടുള്ള ശനി 5-ൽ തന്നെ നിൽക്കുകയാണ്, വക്രത്തിലാണ്. അതുപോലെ ശുക്രൻ 5-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്, ശനിയും ആ ശുക്രനെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്രണയ ബന്ധം ആദ്യ 2 വാരമൊക്കെ, അവസാന 2 വാരവും, ആദ്യ 2 വാരം കുഴപ്പമില്ല എങ്കിലും അവസാന 2 വാരമൊക്കെ സൂര്യൻ ഈ 5-ലൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമായതുകൊണ്ട് കമിതാക്കൾക്കിടയിൽ ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ ആ പ്രണയബന്ധം ഒന്ന് സ്മൂത്ത് ആകണമെന്നില്ല അവസാനത്തെ 2 വാരമൊക്കെ വരുമ്പോൾ. ഇനി ദാമ്പത്യ ബന്ധത്തിലേക്കൊക്കെ വരുമ്പോൾ ഈ പ്രത്യേകിച്ച് ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ കഴിവതും ഒഴിവാക്കി പോകാൻ ദമ്പതിമാർ ശ്രദ്ധിക്കണം. പൊതുവെ ഒരു ടെൻഷനുള്ള സമയമായതുകൊണ്ട് കഴിവതും പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യാതിരിക്കാൻ ഈ കൂറുകാർ ശ്രദ്ധിക്കണം. അവസാന വാരമൊക്കെ ആകുമ്പോൾ സ്ഥിതിയിൽ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ വരും. ദമ്പതിമാർക്കൊക്കെ ദൂരെ യാത്രകൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് അവസാനത്തെ വാരമൊക്കെ. അതുപോലെ കുടുംബജീവിതം ചിന്തിക്കുമ്പോൾ 2-ൽ കുജനും ഗുരുവൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. 4-ലാണെങ്കിൽ ആദ്യത്തെ 2 വാരം സൂര്യൻ്റെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ ഗുരുവും 4-ൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ കുടുംബജീവിതത്തിൽ പൊതുവെ ഈ കുജനും രവിയൊക്കെ ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ ചെറിയ തർക്കങ്ങൾ, അതുപോലെ ടെൻഷനൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അവയൊക്കെ നിയന്ത്രിക്കുന്നതിന് പൊതുവെ ആ ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടി 2-ലും 4-ലും ഒക്കെ ആ ഗുരുവിൻ്റെ ദൃഷ്ടി ഉള്ളത് കൊണ്ട്, ഇപ്പോൾ സൂര്യൻ്റെയോ അല്ലെങ്കിൽ കുജൻ്റെയൊക്കെ ദൃഷ്ടി കൊണ്ട് ഉണ്ടാകാവുന്ന ആ കുടുംബ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആ കുടുംബത്തിൽ എന്തെങ്കിലും ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ അവയൊക്കെ നിയന്ത്രിക്കുന്നതിന് ആ ഗുരുവിൻ്റെ ദൃഷ്ടിക്ക് കഴിയും എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ അതുപോലെ നമ്മൾ അതുകൊണ്ട് ഈ കുടുംബ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയൊക്കെ കൊടുത്തു വേണം കുടുംബാംഗങ്ങളുമായിട്ട് കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പരസ്പരം സംസാരിച്ച് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം. അതുപോലെ തന്നെ അങ്ങനെയൊക്കെ പോകുമ്പോൾ കുടുംബാംഗങ്ങളുടെയൊക്കെ സപ്പോർട്ട് കിട്ടുന്നതിനും കുടുംബജീവിതമൊക്കെ സമാധാനപരമായിട്ട് പോകുന്നതിനുമൊക്കെ ഒരു സാധ്യത നമുക്ക് കാണാം. ആഗസ്റ്റ് 8, 9, 22, 23, 26, 27 ഈ ദിവസങ്ങൾ ഈ കുറുകാർക്ക് എത്രത്തോളം അനുകൂല ദിവസങ്ങൾ അല്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കഴിവതും ശുഭകർമ്മങ്ങൾ, മംഗളകർമ്മങ്ങൾ നടത്തുന്നത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ പുതിയ സംരംഭങ്ങൾ എന്തെങ്കിലും ആരംഭിക്കുന്നതും ഈ ദിവസങ്ങളിൽ ഒഴിവാക്കണം. അതുപോലെ നമുക്ക് ഈ മറ്റ് എന്തെങ്കിലും സുപ്രധാന തീരുമാനങ്ങളൊക്കെ ഈ സമയത്ത് എടുക്കുകയാണെങ്കിൽ അതും ഈ ദിവസങ്ങളിൽ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. ഞാൻ ഈ പറഞ്ഞതെല്ലാം തുലാക്കൂറുകാരുടെയും തുലാ ലഗ്നക്കാരുടെയും ഒരു പൊതു ഫലമാണ്. ഇപ്പോൾ ഈ തുലാക്കൂറുകാർക്കും തുലാ ലഗ്നക്കാർക്കും നമ്മൾ എടുക്കുമ്പോൾ ഇപ്പോൾ തുലാക്കൂറിലെ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും തുലാലഗ്നം വരണമെന്നില്ല. കുറച്ച് പേർക്ക്
തുലാലഗ്നം വരാം, ബാക്കിയുള്ളവർക്ക് വ്യത്യസ്തമായിട്ടുള്ള ലഗ്നരാശികൾ വരാം. ഇപ്പം തുലാക്കൂറും തുലാലഗ്നവും ഒന്നായിട്ട് വരുന്നവർക്ക് പൊതുവെ ഈ പൊതുഫലത്തിൽ വലിയ വ്യത്യാസമൊന്നും വരാൻ സാധ്യതയില്ല, ആ കൂറിലായാലും ലഗ്നത്തിലായാലും. അതേസമയം ഈ തുലാക്കൂറിലെ നക്ഷത്രക്കാർക്ക് വ്യത്യസ്തമായിട്ടുള്ള ലഗ്നരാശികൾ വരുന്നു എങ്കിൽ അവർ ആ ലഗ്നരാശി അറിയാമെങ്കിൽ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കുക. എങ്കിൽ മാത്രമേ അവർക്ക് ആഗസ്റ്റ് മാസത്തിലെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യരൂപം കിട്ടുന്നതിന് അത് വഴിതെളിക്കുകയുള്ളൂ. മാത്രമല്ല, നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കൂറിൻ്റെ ഫലത്തേക്കാൾ കൂടുതൽ കൃത്യത എന്ന് പറയുന്നത് ഈ ലഗ്നഫലത്തിനാണ് എന്നുള്ളത് കൊണ്ട് ലഗ്നഫലവും കൂടെ കേൾക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.